بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. عن أمير المؤمنين أبو حفص عمر بن الخطاب رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إنما الأعمال بالنيات وإنما لكل امرئ ما نوى، فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله، ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. റവാഹുൽ ബുഖാരിയു വ മുസ്ലിം. ബഹുമാന്യ സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ അർബഈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥമാണ്. 40 ഹദീസുകൾ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നതെങ്കിലും 42 ഹദീസ് ഇതിലുണ്ട്. അതൊരു പ്രയോഗമാണ്. ആ അർത്ഥത്തിലാണ് 40 ഹദീസുകളെന്ന പരാമർശം, നാമം ഇതിന് നൽകിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സുപരിചിതനായ പണ്ഡിതരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. യഹ്യ ഇബ്നു ഷറഫുൻ നവവി എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. സിറിയയിലുള്ള ഒരു ഗ്രാമമാണ് നവ എന്ന് പറയുന്ന പ്രദേശം. ഹിജറ 631 ജനിച്ച് ചെറുപ്പകാല പഠനം തൻ്റെ ഗ്രാമത്തിൽ നിർവഹിച്ച ശേഷം അവിടെ നിന്ന് ഡമസ്കസിലേക്ക് പോവുകയും അവിടെയുള്ള പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് മതപഠനം നടത്തുകയും ചെയ്തു. ഏകദേശം 34 വയസ്സ് പ്രായമായപ്പോഴേക്കും ഡമസ്കസിലെ ദാറുൽ ഹദീസ് വ തദ്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഷെയ്ഖായി അദ്ദേഹം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
30 വയസ്സ് പ്രായമുള്ള ഘട്ടമായപ്പോഴേക്കും അദ്ദേഹം ഗ്രന്ഥരചനയും ആരംഭിച്ചിട്ടുണ്ട്. പാണ്ഡിത്യം മാത്രമല്ല, ഒരധ്യാപകൻ എന്നതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹത്തിൻ്റെ സേവനം ഇക്കാലത്തും നമുക്ക് നിലനിൽക്കുന്നത് രചനകളിലൂടെയാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം പരിചയമുള്ള ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. അത് അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. ഷാഫി മദ്ഹബിൽ തന്നെ വളരെ ആധികാരികമായി അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് രണ്ടാം ഷാഫിഈ എന്ന പേരിലാണ് അദ്ദേഹത്തെ പറയപ്പെടാറുള്ളത്. ഫിഖ്ഹ് വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മജ്മൂ'. ശറഹുൽ മുഹദ്ദബ് എന്ന പേരിൽ അതറിയപ്പെടുന്നുണ്ട്. അതേപ്രകാരം തന്നെ ഫിഖ്ഹിൽ മിൻഹാജ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. ഭാഷയിൽ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷയെ സംബന്ധിച്ചൊരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട, ഓർമ്മിച്ചിരിക്കേണ്ട ദിക്റുകളെല്ലാം സമാഹരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് അൽ അദ്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനകാല രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഷറഹ് സഹീഹ് മുസ്ലിം. സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഷറഹുണ്ട്, വിവരണമുണ്ട്. വാള്യങ്ങളുള്ള ആ ഗ്രന്ഥം വളരെ പ്രസിദ്ധവും ലോകത്ത് മൊത്തമായി തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ്. അത് ഹദീസ് ഗ്രന്ഥവുമാണ്. അതിൻ്റെ പുറമെ ഫിഖ്ഹ് പരമായ പല വിഷയങ്ങളും അദ്ദേഹം അതിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പാണ്ഡിത്യത്തിൻ്റെ മേഖലകളിലും രചനകളിലും വളരെ പ്രസിദ്ധനായ ആ വ്യക്തിയുടെ ജീവിതവും വിശുദ്ധമായിരുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നു. സാമ്പത്തിക മേഖലയിലൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന സൂക്ഷ്മതയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത്യുന്നതനായ പണ്ഡിതനായി അറിയപ്പെട്ടതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ധാരാളം വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയുടെ സംഭവങ്ങൾ പലതും അക്കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളവരും വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവസാനം അദ്ദേഹം പ്രായം വന്ന ഘട്ടത്തിൽ, പ്രായാധിക്യമുള്ള സന്ദർഭം വരുന്നപ്പോൾ തൻ്റെ രാജ്യമായ നവയിലേക്ക് തിരിച്ചുപോയി. ബൈത്തുൽ മുഖദ്ദസിൽ വന്നു. അവിടെ മസ്ജിദുൽ അഖ്സയിലുള്ള സിയാറ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ചുകൊണ്ട് രോഗം ബാധിച്ച് ഹിജ്റ 676 റജബ് മാസം 24 അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുള്ള സംഭാവനകളിൽ ഇന്നും നിലനിൽക്കുന്നതിലേറെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഈ 40 ഹദീസുകൾ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിൽ അദ്ദേഹം ആദ്യമായി നൽകിയിട്ടുള്ള ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ കൊടുത്ത ആദ്യ ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല ഈ ഹദീസ് നൽകിയതിൽ ചില തത്വങ്ങളെല്ലാം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസിൻ്റെ പരാമർശം. ഹദീസിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏതൊരു കർമ്മം, ഒരു ഗ്രന്ഥരചന പോലും നിർവഹിക്കുമ്പോൾ തുടക്കം മുതലേ ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം എന്ന വലിയ ഒരു തത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്, മനുഷ്യജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരടിസ്ഥാന കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ ഗ്രന്ഥത്തിൽ ആദ്യമായി കൊടുക്കുന്നത് ഈ ഹദീസ് തന്നെയാണ്. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അൽക്കമയും അതിലൂടെ യഹ്യ ഇബ്നു അബീ സഈദ് അൻസാരിയിലൂടെയാണ് ഈ ഹദീസ് പ്രചരിച്ചിട്ടുള്ളത്. ഏകദേശം 200ഓളം പരമ്പരകളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന ഹദീസാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് ആ അർത്ഥത്തിൽ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ജനങ്ങളോട് പറയുന്നത് മദീന പള്ളിയിലെ മിമ്പറിൽ ഖുത്ബയിൽ വെച്ചുകൊണ്ടാണ്. സഹാബികളെല്ലാം ഒരുമിച്ചുള്ള സദസ്സിൻ്റെ മുമ്പിലാണ് ഈ ഹദീസ് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലും ഈ ഹദീസിനുള്ള അംഗീകാരത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്
ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് സുലുസുൽ ഇൽമ് എന്നാണ്. വിജ്ഞാനത്തിൻ്റെ 1/3 ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നു എന്നാണ്. ഇമാം അഹമ്മദ് ഹംബൽ പറഞ്ഞത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി വരുന്ന 3 ഹദീസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് ഈ ഹദീസാണ്. രണ്ടാമത്തത് മൻ നഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിലില്ലാത്ത ഒരു കാര്യം ഒരാൾ ഉണ്ടാക്കിയാൽ അത് തിരസ്കരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ബിദ്അത്തിനെതിരെയുള്ള പ്രവാചകൻ്റെ ഹദീസ്. മൂന്നാമത്തത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന് പറയുന്ന ഹലാൽ ഏതൊക്കെയാണെന്ന് വ്യക്തമാണ്, ഹറാം ഏതാണെന്ന് വ്യക്തമാണ്, അതിൻ്റെ ഇടയിൽ ചിലത് നിങ്ങൾക്ക് സന്ദേഹമുള്ളതുണ്ടാകാം, അവിടെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്ന പ്രവാചകൻ്റെ വചനം. ഈ 3 വചനങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം അഹ്മദ് ഹംബൽ പറയുന്നുണ്ട്. ഇതേപോലെ അബൂദാവൂദ്, ഹാക്കിം തുടങ്ങിയുള്ള പല പണ്ഡിതന്മാരും ഈ ഹദീസിൻ്റെ ആശയത്തെയും അതിൻ്റെ മഹത്വത്തെയും സംബന്ധിച്ച് ധാരാളം വിവരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹദീസ് മൊത്തമായി നാം മനസ്സിലാക്കുമ്പോൾ നിയ്യത്താണ് മനുഷ്യജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. ഉദ്ദേശശുദ്ധിയാണ് ഏതൊരു കർമ്മങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് എന്ന ആശയമാണ്. വിശുദ്ധ ഖുർആൻ ഒട്ടേറെ ആയത്തുകളിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അറാദൽ ആഖിറത, ആഖിറത്തെ സംബന്ധിച്ചുള്ള ഇറാദത്തുണ്ടാവണം. മനസ്സിൽ ഇറാദത്ത് വേണം, മനഃപൂർവമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ടാകണം. ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ വ്യക്തിയുടെ മനസ്സിൽ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എന്തിന് ഞാനിത് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത്, അതൊരു യാന്ത്രികമായ പ്രവർത്തനമാവരുത്, മറിച്ച് കൃത്യമായ ഒരു ഇറാദത്ത് അവരുണ്ടാകണം. ആ ഇറാദത്ത് ആഖിറമായിരിക്കണം. എന്നിട്ട് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനം ചെയ്യണം. എങ്കിൽ അള്ളാഹു അവനെ നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല. ചെലവഴിക്കുന്നു, കൊടുക്കുന്നു ആളുകൾക്ക്. ആ കൊടുക്കുന്ന സമയത്തുണ്ടാകേണ്ടത് ഇബ്തിഗാഅ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കണം. ഇത് ഖുർആൻ നമ്മോട് പറയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനോടൊപ്പമുള്ള വിശ്വാസികളെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവരുടെ മഹത്വമായി പറഞ്ഞത് തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലം മിനല്ലാഹി വറിളവാന. അവരെ റുക്കൂ ചെയ്യുന്നവരായി കാണാം, സുജൂദിലായി നിനക്ക് കാണാം. ആ വിശ്വാസികളുടെ ആ മനസ്സിലുള്ള വിചാരം എന്താണ്? അങ്ങനെ റുക്കൂവും സുജൂദും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ മനസ്സിലുള്ള ആഗ്രഹം ഫളലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് അവരാഗ്രഹിക്കുന്നത്. വറിളവാനൻ, റബ്ബിൻ്റെ തൃപ്തിയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഇത്തരം ധാരാളം ആയത്തുകളും പ്രവാചകൻ്റെ വചനങ്ങളും നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ കാര്യം, വഅലം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നീ ചെലവഴിക്കുന്നു, ഇല്ലാ ഉജിർത്ത അലൈഹ, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹത്താ മാ തജ്അലുഹു ഫീ ഫീ ഇംറാതിക്, നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് നീ കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പോലും അള്ളാഹുവിൽ നിന്ന് നിനക്ക് പ്രതിഫലം ലഭിക്കും. പക്ഷേ എന്തു വേണം? അള്ളാഹുവിൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം നീ ആഗ്രഹിക്കണം എന്നതാണ്. അതുകൊണ്ട് ഏതൊരു കർമ്മത്തെ സംബന്ധിച്ചും ഹദീസുകളിലൊക്കെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിയ്യത്തിൻ്റെ പ്രാധാന്യം വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യുഹ്ശറുന്നാസു അലാ നിയ്യാതിഹിം, മനുഷ്യരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അലാ നിയ്യാതിഹിം, അവരുടെ നിയ്യത്തുകൾക്കനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം നശിപ്പിക്കപ്പെടുകയാണ്, അതിൽ മുഅ്മിനുകളായ ആളുകളും ആ നാശത്തിന് വിധേയമാകുന്നു. അത്തരത്തിലുള്ള ആളുകളെല്ലാം പരലോകത്തേക്ക് വരുമ്പോൾ
ഓരോരുത്തരുടെയും നിയ്യത്തനുസരിച്ചായിരിക്കും അവിടെ വരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. മൻകാന ഹമ്മുഹുൽ ആഖിറ, ഒരാളുടെ മനസ്സിലുള്ള ലക്ഷ്യവും ഉദ്ദേശവും ആഖിറമാണോ എങ്കിൽ അവൻ വിജയിക്കുന്നവനാണ്. മറിച്ച് ദുനിയാവാണോ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ അതായിരിക്കും അവന് ലഭിക്കുന്നത്. ഇങ്ങനെ വിവിധ വചനങ്ങളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിയ്യത്തിൻ്റെ പ്രാധാന്യവും ഉദ്ദേശവും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതും വളരെ പ്രാധാന്യമുള്ള കാര്യവുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അല്പാൽപമായി നാം മനസ്സിലാക്കുകയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. രണ്ട് വചനങ്ങളാണ് ആദ്യം പ്രവാചകൻ നമ്മോട് പറഞ്ഞത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇന്നമ എന്ന് പറയുമ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും തറപ്പിച്ചുകൊണ്ടും പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് ഇന്നമ എന്ന് വരുമ്പോൾ തീർച്ചയായും മാത്രം എന്ന അർത്ഥം അറബി ഗ്രാമർ അനുസരിച്ചുണ്ടാകും. ഇന്നമൽ അഅ്മാൽ, തീർച്ചയായും കർമ്മങ്ങൾ, ബിന്നിയാത്ത്, ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് എന്നാണ് പ്രവാചകനെ പറഞ്ഞ വാചകത്തിൻ്റെ ആശയം. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, മതപരമായി നിർവഹിക്കുന്ന ഒരു കർമ്മം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ, അള്ളാഹു കബൂൽ ചെയ്യുമോ ഇല്ലെങ്കിൽ തിരസ്കരിക്കുമോ എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നതിൽ നിയ്യത്തിൻ്റെ പങ്ക് വളരെ വലുതും പ്രാധാന്യവുമാണ്. അതുകൊണ്ട് ഒരു അമൽ നമ്മൾ ചെയ്യുന്നു, ഒരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിൻ്റെ സ്വീകാര്യത നിയ്യത്ത് അനുസരിച്ചാണ് എന്ന് ഈ ഹദീസിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത് ഉദ്ദേശിക്കുന്ന സംഗതി അതാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. പ്രവർത്തിച്ച് കഴിഞ്ഞ ഒരു സംഗതി, ചെയ്തു പോയൊരു പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും. ആ കർമ്മത്തിന് പ്രതിഫലമാണോ അള്ളാഹുവിനടുക്കൽ ശിക്ഷയാണോ ലഭിക്കുന്നത്, അത് അവൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നോ അതേ മാത്രം അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അനന്തരഫലം. അതുകൊണ്ട് ഈ രണ്ട് വചനവും രണ്ട് ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തെ സംബന്ധിച്ചാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്ത ശേഷം ആ കർമ്മത്തിന് ലഭിക്കുന്ന അനന്തര ഫലത്തെ സംബന്ധിച്ചാണ്. ഇത് രണ്ടും നിയ്യത്തനുസരിച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മനസ്സിലാക്കുന്നത്. ഈ നിയ്യത്തിൻ്റെ രണ്ട് തരത്തിലാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ ചിലത് ഇബാദത്തായി മാറുന്നു, ചിലത് സാധാരണ നമ്മുടെ പതിവ് കർമ്മങ്ങളായി മാറുന്നു. അവ തമ്മിൽ വേർതിരിയുന്നത് നിയ്യത്ത് കൊണ്ടാണ്. ഉദാഹരണമായി നല്ല ചൂടുള്ള കാലം, ചൂടിൻ്റെ കാഠിന്യമുള്ള സമയത്ത് നമ്മൾ പോയി കുളിച്ചു. ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് കുളിച്ചത്. ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് കുളിച്ചിട്ടുള്ളത്. കുളിച്ചു കഴിഞ്ഞതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമില്ല. അതേ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് കുളിക്കൽ സുന്നത്തുള്ള ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ കുളിച്ചാൽ അതൊരു അള്ളാഹുവിൽ നിന്ന് പുണ്യം കിട്ടുന്ന കർമ്മമായി. അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതൊരു പുണ്യകർമ്മമായി മാറുന്നത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശത്തിനനുസരിച്ചാണ്. അഴുക്ക് പുരണ്ട ഒരു മനുഷ്യൻ അവൻ്റെ കൈകാലുകളെല്ലാം കഴുകി നന്നായി വൃത്തിയാക്കി, അതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമില്ല. ആ കർമ്മം ചെയ്തതൊക്കെ വുളൂഇൻ്റെ ക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ്, ക്രമത്തിലും കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ആ വ്യക്തി ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വുളൂആണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നിർവഹിച്ചതെങ്കിൽ അതൊരു പുണ്യകർമ്മമായി അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നു എന്നർത്ഥം.
അപ്പോൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊരു പ്രതിഫലാർഹമായി തീരുന്നത് ആ കർമ്മം പുണ്യകർമ്മമാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് അമൽ സാലിഹായിട്ട് മാറുന്നു. അതല്ലെങ്കിൽ സാധാരണഗതിയുള്ള പ്രവൃത്തിയായിട്ട് മാറുന്നു. സാധാരണയുള്ള നമ്മുടെ ഒരു പ്രവൃത്തിയും ഇബാദത്തും തമ്മിൽ വേർതിരിയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നിയ്യത്താണ്, മനസ്സിലുള്ള ഉദ്ദേശമാണ്. അതേപോലെ സുന്നത്ത്, ഫർള് ഇത്തരത്തിൽ ഇബാദത്തുകളെ നാം വിഭജിച്ചിട്ടുണ്ട്. ഒരാൾക്ക് നാം ദാനം കൊടുത്തു. ദാനം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ദാനം മാത്രമാണെങ്കിൽ അത് സക്കാത്താവുകയില്ല. അത് സുന്നത്തായൊരു സ്വതക്കയായിട്ടാണ് മാറുന്നത്. സക്കാത്ത് എന്നുള്ള ഉദ്ദേശപ്രകാരം നൽകുമ്പോഴാണ് അത് ഫർളായ സക്കാത്തായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കർമ്മം സുന്നത്തും ഫർളും ഉണ്ടെങ്കിൽ അവ വേർതിരിയുന്നതും ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്തായിരുന്നുവോ അതിനനുസരിച്ചാണ്. അത് നാം അങ്ങനെ തന്നെ ഉദ്ദേശിക്കുമ്പോഴാണ് ആ കർമ്മം ഉദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ച് ആയിത്തീരുന്നത്. രണ്ടാമത്, ഈ ഹദീസിൽ നാം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ പ്രധാന ഭാഗം എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നതാണ്. കർമ്മം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നത്. വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ ആളുകൾക്കൊരു കർമ്മത്തിൻ്റെ ഇടയിലുണ്ടാകാം. ആ ഉദ്ദേശത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്ന ഉദ്ദേശം മനസ്സിലുണ്ടോ ഇല്ലയോ, അതാണ് നിയ്യത്തിൻ്റെ രണ്ടാമത്തെ ഘടകം. ചെയ്യുന്ന കർമ്മം എന്താണ് എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ സ്വീകരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ഉപമ കൂടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അവർ കർമ്മം ചെയ്തു ഒരാൾ സൽക്കർമ്മമാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ശറയിൽ നമ്മെ പഠിപ്പിച്ച കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഉദ്ദേശിച്ചതെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമായ കർമ്മമാണ്, പ്രതിഫലാർഹമാണ്. അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാൽ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളോ ഉദ്ദേശങ്ങളോ ആണെങ്കിൽ ആ കർമ്മം റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമോ പ്രതിഫലാർഹമോ ആയിത്തീരുന്നില്ല. ഏതുപോലെ റസൂലുള്ള തന്നെ പറയുന്നു, ഹിജ്റ പോയി ആളുകൾ, ആ ഹിജ്റ മഹത്തായൊരു കർമ്മമാണ്. ഇസ്ലാമിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും ത്യജിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകനോടൊപ്പം മദീനയിൽ ചെന്ന് മുഅ്മിനായി ജീവിക്കണം, ഇതിനു വേണ്ടിയാണെന്ന് ഹിജ്റ പോയത്. കടുത്ത ത്യാഗമുള്ളത് കൊണ്ട് തന്നെ മുഹാജിറുകൾക്കുള്ള ശ്രേഷ്ഠത ഖുർആൻ ധാരാളമായി വിശദീകരിച്ചു. ആ ശ്രേഷ്ഠമായ കർമ്മമാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 ആളുകളെയാണ് റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ 3 ആളുകളുടെയും ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും പരലോകത്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. ഒരാൾ ഹിജ്റ പോയത് അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ട മാർഗത്തിലാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ റബ്ബിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അതിൻ്റേതായ ഗുണങ്ങളെല്ലാം അവന് റബ്ബിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊരാൾ ഒരു മുഹാജിറിനെ പരിചയപ്പെടുത്തുന്നത് അയാൾ കച്ചവടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ലിദുന്യൻ യുസീബുഹ, അയാൾക്ക് ലക്ഷ്യമുണ്ട്. എല്ലാവരും ഹിജ്റ പോകുന്നു, അയാളും ഹിജ്റ പോകുന്നുണ്ട്. പക്ഷെ അയാളുടെ ലക്ഷ്യം അവിടെ പോവുക, ഒരു കച്ചവടമൊക്കെ തുടങ്ങുക, അങ്ങനെ ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ നേടുക എന്ന ഉദ്ദേശമാണ് മനസ്സിലുള്ള ലക്ഷ്യം. അതാണ്. മറ്റൊരാളുടെ ലക്ഷ്യം അവിടെ പോയിട്ട് വിവാഹം നടത്തണം എന്നുള്ളതാണ്. അവിടെ ഒരു സ്ത്രീയുമായി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം നടക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം. അങ്ങനെയുള്ള ഭൗതികമായ ലക്ഷ്യമാണ് അയാൾക്കുള്ളത് എങ്കിൽ ഈ 2 ആളുകളുടെയും ഹിജ്റ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിനു വേണ്ടി ഹിജ്റ പോയിരുന്നോ അതാണ് അവന് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ വില കുറഞ്ഞ ലക്ഷ്യമാണ് അവനുള്ളത്. ആ ലക്ഷ്യമേ അവന് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരേ കർമ്മം ചെയ്യുന്ന 3 ആളുകളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ഒരാൾ വിവാഹാലോചന നടത്തിയിരുന്നു.
ആ സ്ത്രീ പറഞ്ഞു, താങ്കൾ മദീനയിലേക്ക് വന്നെങ്കിലല്ലാതെ ഞാൻ ഭർത്താവായി വിവാഹത്തിന് തയ്യാറല്ല, ഭർത്താവായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ ഹിജ്റ പോയ കൂട്ടത്തിലുണ്ട്. മുഹാജിർ ഉമ്മു ഖൈസ് എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആൾ എന്ന പേരിലാണ് പിന്നെ അദ്ദേഹത്തെ ഗ്രന്ഥങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരേ കർമ്മമാണ് ചെയ്യുന്നത്, പക്ഷേ മനസ്സിൻ്റെ ലക്ഷ്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഏതൊരു ലക്ഷ്യമാണോ ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും കർമ്മത്തിൻ്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത്. ഈ രംഗത്ത് നിയ്യത്ത് നന്നാവുകയും നല്ല ലക്ഷ്യവും നമുക്കുണ്ടായാൽ കർമ്മം ചെയ്യാൻ കഴിയാതിരുന്നാൽ പോലും പ്രതിഫലം കൊടുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ അറിയിച്ചിട്ടുള്ളത്. പടച്ചോൻ നമ്മോട് ചെയ്തിട്ടുള്ള ഔദാര്യമാണത്. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു, പടച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, എന്നിട്ട് അയാൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ആ ഉദ്ദേശശുദ്ധിയുള്ളത് കൊണ്ട് അയാൾക്കൊരു പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. ചെയ്യാൻ സാധിച്ചാൽ അത് 10 മുതൽ 700 ഇരട്ടി വരെയും അതിനേക്കാൾ ഉപരിയും ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നൽകും. ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയും ഇഖ്ലാസും അതിൻ്റെ ഫലങ്ങളുമെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് റബ്ബിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ അതിന് ധാരാളം ഇരട്ടിയായ പ്രതിഫലം ആ മനുഷ്യന് നൽകുന്നു. ഇത് അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ള അത്യുദാരമായ സമീപനമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കിടയിൽ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ, മദീനയിൽ കുറച്ച് ആളുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. മാ ഖതഅതും വാദിയൻ വലാസിർത്തും മസീറൻ ഇല്ലാഹും മഅക്കും, നിങ്ങളൊരു താഴ്വര താണ്ടിക്കടക്കുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ നിങ്ങളോടൊപ്പം അവരുണ്ടാകാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള കുറേ ആളുകൾ ഇപ്പോൾ മദീനത്തുണ്ട്. എന്തുകൊണ്ട് അവർ നമ്മോടൊപ്പം വന്നില്ല? ഹബസഹുമുൽ ഉദ്റു, അവരെ കാരണമുള്ളത് കൊണ്ട് മാത്രമാണ് അവരവിടെ തങ്ങി നിന്നത്. രോഗമോ അതുപോലുള്ള അനിവാര്യമായ സാഹചര്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സംഘത്തിൽ അവർ മെമ്പറാണ്. ഈ സംഘത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ അള്ളാഹു അവരുടെ ആ ഉദ്ദേശശുദ്ധിക്ക് മഹത്തായ പ്രതിഫലം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തന രംഗത്ത് നാം ഉണ്ടാവുകയും നിർബന്ധമായ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ടത് ചെയ്യാൻ സാധിക്കാതെ വന്നുപോയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പ്രതിഫലം നൽകും, കർമ്മം ചെയ്തതിന് സമാനമായ പ്രതിഫലം നൽകുമെന്നാണ്. ഇത് റബ്ബ് നമ്മളോട് ചെയ്യുന്ന അങ്ങേറ്റത്തെ ഔദാര്യമാണ്. മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളൊരു തിന്മ ചെയ്യാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എന്നിട്ട് അയാളത് ചെയ്തില്ല, പിന്മാറി, എങ്കിൽ ആ കർമ്മം, ആ ഉദ്ദേശം കർമ്മം ചെയ്തില്ലെങ്കിലും ഒരു പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തുമെന്നാണ്. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു, എന്നിട്ട് വഴിയിൽ വെച്ചുകൊണ്ട് അയാൾക്ക് തോന്നി ഇത് ചെയ്യേണ്ടതില്ല എന്ന്. അങ്ങനെ അയാൾ അതിൽ നിന്ന് മടങ്ങിപ്പോന്നു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തിരിച്ചു പോന്നു. എന്നാൽ അതും അയാൾക്ക് പ്രതിഫലമുള്ള കർമ്മമായി മാറുകയാണ്, മനസ്സിൻ്റെ കർമ്മമായി മാറുകയാണ്. മറുഭാഗത്ത് തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനു വേണ്ടി പരമാവധിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ അത് കുറ്റമായി തന്നെ രേഖപ്പെടുത്തും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നു. അൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ, ഘാതകനും വധിക്കപ്പെട്ടവനും 2 ആളും നരകത്തിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഘാതകൻ നരകത്തിലാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, പക്ഷേ ഈ വധിക്കപ്പെട്ടവനും നരകത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അയാളുടെ ആഗ്രഹം എന്തായിരുന്നു? തൻ്റെ എതിരാളിയെ വധിക്കണമെന്നായിരുന്നു. അതിനുവേണ്ടിയാണ് അയാൾ പോരാട്ടം നടത്തിയത്. അപ്പോൾ ഉദ്ദേശം അതാണ്. അവർ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ട് വിജയിക്കാതെ പോയാലും ആ തിന്മയുടെ ചിന്തയും പ്രവൃത്തിയുമെല്ലാം കുറ്റമായി തന്നെ പരിഗണിക്കുമെന്ന് കൂടി ഈ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സൂചിപ്പിക്കുന്നത്, നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്, പ്രതിഫലാർഹമായി തീരുന്നത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ്. കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ കർമ്മം ഏതാണ്, പുണ്യകർമ്മമാണോ അല്ലയോ എന്നും വ്യക്തമായൊരു തിരിച്ചറിവുണ്ടാവുക.
എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ധാരണയുണ്ടാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം തിരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ കർമ്മത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ ഹദീസുകളിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുന്ന മാരകമായ ക്യാൻസർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്രകടനപരതയാണ്. കർമ്മങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്ന ഏറ്റവും വലിയ മാരകമായ വിഷം അതാണ്. എത്രയോ നല്ല കർമ്മങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ കർമ്മങ്ങൾക്ക് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമില്ലാതായി പോവുകയാണ്. ഈ പ്രകടനപരത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ട സംഗതികളാണ്. മറ്റുള്ളവരെ കാണാൻ, ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ, പ്രശംസ കേൾക്കാൻ, ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരവസ്ഥ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരാശയമാണ്. യുറാഊനന്നാസ്, നമസ്കരിച്ചിട്ടുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആളുകൾ കാണുമ്പോൾ ചെയ്യുന്നു, അല്ലാതിരിക്കുമ്പോൾ ചെയ്യുന്നില്ല. ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ കർമ്മത്തിനൊന്നും വ്യത്യാസമില്ല, പക്ഷേ ആ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം ഇയാളെ തൃപ്തിപ്പെടുത്താൻ ഇതാണ് വേണ്ടത് എന്നുള്ള നിലക്കാണ്. അങ്ങനെയൊക്കെ ഒരു കർമ്മം ഒരാൾ ചെയ്യുമ്പോൾ ആ ആളുകൾക്കുണ്ടാകുന്നത് പരലോകത്ത് നാശമാണ് എന്നും ഇതൊരു ശിർക്കിൻ്റെ ഭാഗമാണെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അന അഗ്ന ശുറക്കായി അനിഷിർക്കി. അള്ളാഹു പറഞ്ഞ വചനമായി നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഇത്തരം ശിർക്കുകളിൽ നിന്നൊക്കെ ധന്യനാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വിശദീകരിച്ചത് സൽക്കർമ്മം ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനെക്കുറിച്ചാണ്. വിശ്വാസിയാണ്, സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അയാളുടെ മനസ്സ് പറയുന്ന ഒരു ഉത്തരവുണ്ട്, മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ കൊള്ളാവുന്നവനാകണം, അംഗീകരിക്കപ്പെടണം, ഇതിനു വേണ്ടിയാണ്. അത്തരത്തിൽ പ്രകടനപരത കർമ്മത്തെ കാർന്നു തിന്നുന്ന മാരകമായ വിഷമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെയും കരുതലോടുകൂടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് ആദ്യം വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു സംഘത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 3 ആളുകളാണ് ആദ്യം വിചാരണയ്ക്ക് വിധേയമാകുന്നത്. അവരെ കാര്യത്തിൽ റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ തീരുമാനമുണ്ടാകുന്നു. അവ്വലുന്നാസി യുഖ്ലാ ബൈനൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം വിധി പറയപ്പെടുന്ന ജനങ്ങളിലെ 3 ആളുകൾ. അതിൽ ഒന്നാമത്തെ വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത്, അതിലുള്ള 3 വ്യക്തികളെ പരിചയപ്പെടുത്തിയത്, ഒന്ന് പണ്ഡിതനാണ്, ഒന്ന് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തി, ഉദാരമായി ദാനം ചെയ്ത വ്യക്തി. ഈ 3 ആളുകളെയാണ് ആദ്യം വിചാരണ ചെയ്യുന്നത്. ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ പറയുന്ന ഉത്തരവും കൃത്യമായും പ്രവാചകൻ വിശദീകരിച്ച് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പണ്ഡിതനോട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഖുർആനിൽ അറിവ് നൽകി, നീ അതെന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന്. അയാൾ പറയുന്നു, അള്ളാഹുവേ, ഞാൻ ഖുർആൻ പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു, നിൻ്റെ മാർഗത്തിൽ ഞാൻ പരമാവധി അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ള പറയും, ഖദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നൊരു പണ്ഡിതനാകണം, ആ പ്രസിദ്ധിയായിരുന്നു നിൻ്റെ ആഗ്രഹം, അത് നിനക്ക് ജനങ്ങൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. ഫസുഹിബ അലാ വജീഹി, ആ പണ്ഡിതനെ മുഖം കുത്തി വീഴ്ത്തി മലക്കുകൾ വലിച്ചഴച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. സമ്പത്ത് കൊടുത്തിരുന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, പടച്ചവനെ, ധാരാളം സമ്പത്ത് നീ എനിക്ക് തന്നു, അതെല്ലാം നിൻ്റെ മാർഗത്തിൽ ഞാൻ ധാരാളമായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. റബ്ബ് പറയും, എൻ്റെ മാർഗത്തിലല്ല, നീ കളവ് പറയുകയാണ്. നീ കൊടുത്തത് ജനങ്ങൾക്കിടയിൽ ഉദാരനാണ് എന്ന് നിന്നെ അറിയണം, അത് ജനങ്ങൾക്കിടയിൽ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അവനെയും നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മറ്റൊരു വ്യക്തി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നടക്കുന്ന യുദ്ധമാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ വ്യക്തിയാണ്.
അവനോട് ചോദിക്കുമ്പോൾ അവനും പറയും, പടച്ചവനെ, നീ തന്നിട്ടുള്ള ഈ എൻ്റെ കായിക ശേഷിയും ആരോഗ്യവും നിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചു, ആ മാർഗത്തിൽ ഞാൻ വധിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹു പറയും, നീ കള്ളം പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ നീ ശുജായിയാണ്, ധീരനാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നീ ചെയ്തതാണ്. അങ്ങനെയുള്ളൊരു അംഗീകാരം ജനങ്ങൾക്കിടയിൽ നിന്നെക്കുറിച്ച് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവനെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. നമ്മുടെ സമൂഹത്തിൽ സാധാരണഗതിയിൽ കൊള്ളാവുന്ന ആളുകളെന്ന് നമ്മൾ വിലയിരുത്തുന്ന 3 മനുഷ്യന്മാരാണിത്. ഏറ്റവും മഹത്തായ ത്യാഗമുള്ള കർമ്മമെന്ന് നാം മനസ്സിലാക്കുന്ന 3 കർമ്മങ്ങളാണ്. ഈ മഹാകർമ്മങ്ങൾ ചെയ്ത ഈ 3 മഹൽ വ്യക്തികളെയും റബ്ബിൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ ലക്ഷ്യബോധം തെറ്റിപ്പോയതുകൊണ്ട്, പ്രകടനപരതയാണ് അവരെ കർമ്മത്തിൻ്റെ പിന്നിലുള്ള കാരണമെന്നതുകൊണ്ട്, മനസ്സിലവരാഗ്രഹിച്ചത് ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും അംഗീകാരവും നേടണമെന്നതായതുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമില്ല. മറിച്ച് ഈ 3 ആളുകളെയും നരകത്തിലേക്കാണ് വലിച്ചഴക്കപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരികയാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ശുദ്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കണം നമ്മുടെ കർമ്മത്തിലുണ്ടാകേണ്ടത്. ഈ ആശയമാണ് നിയ്യത്തിൻ്റെ 2ാമത്തെ ഭാഗമെന്ന നിലക്ക് നമ്മൾ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഹദീസിലുള്ള ഒരു പരാമർശമുണ്ടല്ലോ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോവുക, അതിലേക്കാണ് അവരുടെ ഹിജ്റ എന്നിങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ഒരുമിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് ഇസ്ലാമികമായ ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചാൽ മറുപടി പറയും, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും റസൂലിനും അറിയാം. മതത്തിൻ്റെ വിഷയങ്ങളാകുമ്പോൾ അതറിയുന്നത് അള്ളാഹുവിനാണ്, റസൂലിനാണ്. അതേ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരു സഹാബി, മാഷാ അള്ളാഹു വശിഇത, പ്രവാചകരെ താങ്കളും അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, മാഷാ അള്ളാ വഹദ, അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പറയണമെന്നാണ്. പ്രവാചകനെ ചേർത്ത് പറയുകയാണെങ്കിൽ, മറ്റാരെങ്കിലും ചേർത്ത് പറയുന്നുവെങ്കിൽ അവിടെ സുമ്മ, പിന്നീട് എന്നുള്ള പദപ്രയോഗമാണ് നടത്തേണ്ടത് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം മാഷാ അള്ളാഹു ഖാൻ വമാലം യശലം ലക്കുൻ, അള്ളാഹ് ഉദ്ദേശിച്ചതുണ്ടാകുന്നു, അള്ളാഹു ഉദ്ദേശിക്കാത്തതുണ്ടാകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പ്രാപഞ്ചികമായ കാര്യങ്ങൾ, അതുപോലുള്ള വിഷയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിനും അവൻ്റെ തീരുമാനത്തിനും വിധേയമാണ്. ആ വിഷയത്തിൽ പ്രവാചകനെയോ മറ്റ് സൃഷ്ടികളെയോ ചേർത്ത് പറയുന്നത് പോലും അബദ്ധമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അറിവ്, ഇത് നേരത്തെ നമ്മുടെ ഹദീസിൽ പരാമർശിച്ച ഹിജ്റ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രവാചകനും കൂടി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അള്ളാഹുവിനെയും റസൂലിനെയും ചേർത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. നിയ്യത്തുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി പരാമർശിക്കട്ടെ. നാം നിർബന്ധിതമായൊരു ഘട്ടത്തിൽ ഒരാൾ അവന് മനസ്സിലുള്ള വിശ്വാസത്തിന് എതിര് പറയേണ്ടി വന്നാൽ, അങ്ങനെ പറഞ്ഞാലും അള്ളാഹുവിനടുക്കൽ അത് മാപ്പർഹിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇല്ലാ മൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാളുടെ തോക്ക് ചൂണ്ടിയിട്ടോ കഴുത്തിൽ കത്തിവെച്ചോ അവൻ്റെ വിശ്വാസത്തിനെതിര് പറയാൻ വേണ്ടി അവനോട് നിർബന്ധിക്കുകയും ബാജിദനായിക്കൊണ്ട് ആ മനുഷ്യൻ കുഫറിൻ്റെ വാക്ക് പറയുകയും ചെയ്താൽ, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവൻ്റെ മനസ്സിൽ ഈമാനുണ്ട്, ആ നിർബന്ധഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞു പോയാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മാപ്പുള്ള കാര്യമാണ് എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് ഉന്നതമായ സമീപനം അത്തരം ഘട്ടങ്ങളിൽ തൻ്റെ ഈമാൻ പ്രഖ്യാപിക്കുകയും അവിടെ മരണം വരിക്കാൻ അവൻ തയ്യാറാവുകയുമാണ് ശ്രേഷ്ഠമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി നാം ഓർക്കുക.
ഇപ്പം നമസ്കാരത്തിന് നിയ്യത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു ചിന്ത ഉസല്ലി ഫർള ളുഹ്രി എന്നിങ്ങനെ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന ഒരു രീതിയാണ്. വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് ഉദാഹരണമായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് ഹിജ്റയാണ്. ഈ ഹദീസ് നമ്മളെ സൂചിപ്പിക്കുന്നൊരാശയമുണ്ട്. ഹിജ്റ പോകുന്ന ആളുകളൊക്കെ മക്കയുടെ അതിർത്തിയിൽ വന്നു നിന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ ഹിജ്റ പോകുന്നു എന്ന് ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് ഹിജ്റ പോവുകയല്ല. മനസ്സിൽ ആ ഒരു ഉദ്ദേശം, ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിയ്യത്തെന്ന് പറയുമ്പോൾ അത് മനസ്സിലുണ്ടാകേണ്ട തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫല കാംക്ഷയാണ്. അത്തരത്തിലൊരു കർമ്മത്തെ നാം സമീപിക്കുക എന്നതാണ്. നാവ് കൊണ്ട് ചൊല്ലിപ്പറയുക എന്നത് അതിലൊരു പ്രാധാന്യവുമില്ല. ചില ആളുകൾ അതിൻ്റെ പേരിൽ വസ്വാസ് പോലും ഉണ്ടാകുന്ന ആളുകളുണ്ട്. നിയ്യത്ത് പറയാൻ വേണ്ടി പ്രയാസപ്പെടുന്ന അവസ്ഥകൾ. യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ ഹദീസാണ് നിയ്യത്തിൻ്റെ അടിസ്ഥാനം. ഇതിൽ അങ്ങനെ ഒരു നിയ്യത്തില്ല. ഇനി മറ്റുദ്ദേശത്തിനാണ് ഹിജ്റ പോകുന്ന വ്യക്തിയെങ്കിൽ അവൻ ആ സമയത്ത് മദീനത്തൊരു പെണ്ണുണ്ട്, അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഞാൻ ഹിജ്റ പോകുന്നു എന്ന് ചൊല്ലിപ്പറഞ്ഞുകൊണ്ടല്ലല്ലോ ഹിജ്റ പോവുക. അപ്പോൾ മനസ്സിലാണ് ഈ തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ തിരസ്കരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള അനന്തരഫലങ്ങളും പ്രതിഫലവുമൊക്കെ വരുന്നത്. അതുകൊണ്ട് നിയ്യത്താണ് പ്രധാനം. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിയ്യത്ത് മാത്രം നന്നായാൽ മതി എന്നല്ല. ഉദ്ദേശശുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ. ഉദ്ദേശശുദ്ധി ഉണ്ടാകുമ്പോൾ തന്നെ ഓരോ കർമ്മങ്ങളും അമലുകളും എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശിക്കപ്പെട്ട ഇബാദത്തുകൾ, കർമ്മങ്ങൾ നിർദ്ദേശത്തിന് അനുസൃതമായിരിക്കണം. നമ്മുടെ അഭിപ്രായമനുസരിച്ചുകൊണ്ടൊരു കർമ്മം നാം രൂപപ്പെടുത്തിയാൽ ആ കർമ്മത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല. മറിച്ച് ആ കർമ്മം തിരസ്കരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കമ്മിൻ മുരീദിൻ ലിൽ ഖൈർ. എത്രയോ ആളുകൾ നന്മ ഉദ്ദേശിക്കുന്നുണ്ട്, നല്ല ഉദ്ദേശം മനസ്സിലുണ്ട്. ലൻ യുസീബഹു, പക്ഷേ ആ നന്മ അവന് നേടാൻ സാധിക്കുന്നില്ല. പ്രമുഖ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമാണത്. നല്ല ഉദ്ദേശത്തിൽ ചില ആളുകൾ ഒരു കർമ്മം ചെയ്തപ്പോൾ ആ കർമ്മത്തിൻ്റെ സാക്ഷിയായ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കർമ്മം നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം റബ്ബിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞതാണ് മാ നുരീദു ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ച നന്മയാണ്. അദ്ദേഹം പറഞ്ഞു, നന്മ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമായില്ല, ഉദ്ദേശം നന്നാകുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസൃതമായിരിക്കണം, സുന്നത്തിനനുസൃതമായിരിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മം പ്രവാചകൻ്റെ ചര്യക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിക്റിൻ്റെ ഹൽക്ക നടത്തുന്ന ആളുകളോട് ഒരു സന്ദർഭത്തിൽ ഉപദേശിച്ചതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ദിക്ർ ഹൽക്ക സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംഘമാണ്. അവരോട് അദ്ദേഹം താക്കീതായി പറഞ്ഞ വചനമാണത്. വളരെ ഗൗരവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലത്തുള്ള പാത്രങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. അക്കാലത്തെ വസ്ത്രങ്ങൾ ദ്രവിച്ചിട്ടില്ല. ഇത്രയും ചുരുങ്ങിയ കാലം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു സമ്പ്രദായത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുന്നുവോ എന്നവരെ താക്കീത് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ഒരു ഹൽക്കയായ ആളുകൾ ഇരിക്കുന്നു, നടുക്കൊരാൾ ഇരിക്കുന്നു, എന്നിട്ട് അയാൾക്ക് സമീപത്ത് കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലിലു മിയത്തമറ, കബിറു മിയത്തമറ എന്നിങ്ങനെ തെക്ബീർ, തഹ്ലീൽ പോലെയുള്ളതൊക്കെ പ്രത്യേക എണ്ണം പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് ചൊല്ലിക്കുന്നു, കൂട്ടായിട്ട് ചൊല്ലുന്നു, എണ്ണം പിടിച്ചു വെക്കുന്നു. ഇത്തരമൊരു പരിപാടി ആരംഭിച്ചപ്പോൾ അന്ന് ഈജിപ്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന, പണ്ഡിത നേതൃത്വം വഹിച്ചിരുന്ന അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ കൊണ്ടുപോയി ഈ ഹൽക്ക കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം താക്കീതായി പറഞ്ഞത്. മാത്രവുമല്ല, ആ ഹൽക്കയിൽ പങ്കെടുത്തിരുന്ന എല്ലാ ആളുകളും, ഒരാളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഖവാരിജികൾ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം രംഗത്ത് വരികയും നഹാവന്തിൽ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ
ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആ കാര്യം വിശദീകരിക്കാനല്ല സൂചിപ്പിച്ചത്, ഒരു ഖൈറായ നല്ലതാണ് എന്ന ഉദ്ദേശപ്രകാരം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഖൈറായ കാര്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പഠിപ്പിച്ച രൂപത്തിലും ഭാവത്തിലുമാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഉദ്ദേശം നന്നെങ്കിലും ആ പ്രവൃത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ ബിദ്അത്തായി മാറുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഹദീസിൻ്റെ ആശയം ഖൽബിലേക്ക് മാത്രം നോക്കും എന്ന നിലക്കല്ല പ്രവാചകൻ വിശദീകരിച്ചത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളെ മനസ്സിലേക്കും കർമ്മത്തിലേക്കും രണ്ടിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. ഖൽബിൻ്റെ ഉദ്ദേശം നന്നായിരിക്കണം, ചെയ്യുന്ന കർമ്മം പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിനനുസൃതമായിരിക്കുകയും ചെയ്യണം. ഇങ്ങനെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു കർമ്മം റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമായ കർമ്മമായി തീരുന്നത്. ഈ ഒരു മഹത്തായ ആശയത്തിലേക്കാണ് ഈ ഹദീസ് നമ്മയെല്ലാം ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നൽകിയിട്ടുള്ള ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ഉദ്ദേശശുദ്ധിയോടുകൂടി നിർവഹിക്കാനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. പ്രകടനപരത നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കാതിരിക്കുവാൻ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കർമ്മങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പരലോകത്ത് വരുന്നത് പ്രകടനപരതയും ലോകമാന്യതയും നമ്മുടെ കർമ്മത്തെ ബാധിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കുവാനും റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം ലഭിക്കുവാനുമുള്ള തൗഫീഖ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന സദ്വൃത്തരിൽ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.